റിതുവാ ഇന്നലെ എന്റെ കൂട്ടുകാരത്തിന്റെ അടുക്കെ നോൽമ്പറക്കാൻ പോയിട്ട് എന്തൊക്കെ പരിപാടി? നല്ല പരിപാടിയായിരുന്നു. ബിരിയാണിയും കുഴിമന്തിയും പത്തിരിയും പൊറാട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല തിന്നാലായല്ലോ അതൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ കടലച്ചാറും പത്തിരി എന്നോടി. ഫ്രൂട്ട്സും ജ്യൂസും കുടിച്ചപ്പോ തന്നെ എന്റെ വയററിഞ്ഞു. പിന്നെ ഞാൻ കുഴിമന്തി കുറച്ച് തിന്നിട്ടുള്ളൂ. നമ്മളോട് അതേപോലെ നോമ്പർപ്പിച്ചാലുണ്ടാക്കണം. എന്നിട്ട് തൻഹനെ നിധനെ ഒക്കെ വിളിച്ചണം. അമ്മമ്മയും പേരക്കുട്ടിയും പറയണു. ഓള് ഇന്നലെ ഓളെ കൂട്ടുകാരത്തിന്റെ അടുക്ക് നോൽമ്പറക്കാൻ പോയില്ലേ, അവിടുത്തെ വിഷയം പറയാണ്. അതേമാതിരി ഇവിടെയും നോൽമ്പറക്കൽ ഉണ്ടാക്കണമെന്ന്. ഓള് പറയുമ്പോൾ തന്നെ നമ്മളൊരു നോൽമ്പറക്കലൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നോൽമ്പ് ഇവിടെ ഖജാനായി. കുഞ്ഞിപ്പാന് സൂറാബിനെ ഒന്നും നമ്മൾ വിളിച്ചിട്ടില്ലല്ലോ. ഓലെ നമുക്ക് വിളിച്ച നബീസോ കുറച്ച് പത്തിരി ഇട്ടുകാണ്ടേ കുറച്ച് ഇറച്ചിയും കൊടുക്കാണ്ട് ചാറച്ചിക്കാണ്ടേ എന്തേലൊക്കെ ഒന്ന് ഉണ്ടാക്കിയാ പോരെ? നിങ്ങൾ പറഞ്ഞ പോലെ പത്തിരിയും ഇറച്ചിക്കറിയും ഒന്നും ഇപ്പത്തെ കുട്ടികൾക്ക് പറ്റൂല കേട്ടോ. ഓൽക്ക് വലിയ കുഴിമന്തി, ബ്രോസ്റ്റോ, സവായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു പറ്റുക നോൽമ്പറക്കുമ്പോ. പിന്നെ ഇപ്പൊ റിതുവിന്റെ കൂട്ടുകാരിയാളും വരും. ഓൾ അവിടെ പോയി നോൽമ്പറന്ന് പോന്നതല്ലേ, അറ്റങ്ങളെ ഒന്ന് വിളിച്ചണ്ടേ? ഓൽക്ക് എന്താ നബീസോ ഈ കുജുമന്തിയും ഈ സംഗതിയൊക്കെ പറ്റുള്ളൂ. പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കിക്കാണ്ട് തിന്നണം. അതൊന്നും ഇപ്പൊ തിന്നിട്ടുണ്ടാവില്ല. എല്ലായിടത്തും നോൽമ്പറക്കാപ്പ വലിയ വലിയ വിഭവങ്ങളല്ലേ. ഒരു ചെറിയ രീതിയിലൊക്കെ നമുക്ക് കഴിച്ചു നോക്കുക. നിങ്ങൾ ആ അരക്കത്തരൊക്കെ അവിടെ വെച്ചാളി. ഞാൻ സാധനം എഴുതി തരും. ആ ഹോട്ടലിൽ നിന്നാണ് ഓർഡർ ചെയ്ത് നമുക്ക്. അല്ലാതെ ഇവിടെ വെക്കലൊന്നും നടക്കൂല. റമളാൻ മാസം ഇവിടെ കഴിയാനായി. ഇന്നിപ്പോ എത്ര നോമ്പ്? 19 അല്ലേ? യാസേ 10-15 നോമ്പും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഭാഗത്തൊക്കെ ചെയ്തിരുന്നു. അത് എനിക്ക് ഇനി കാര്യത്തിൽ പെടും. ഞാൻ ഈ ഭാഗത്തൊക്കെ ചെയ്യണുണ്ട്. ഇജ്ജ് വേണമെങ്കിൽ ചെയ്തോ. അല്ലടാ, ഈ റമളാനിൽ നമ്മളെ മാലിൽ ആരും മരിച്ചിട്ടില്ലല്ലോ. എനിക്കിപ്പോ എന്താ നമ്മളെ മാലില് മരിച്ചിട്ട് ഇപ്പൊ എത്രത് മരണൊക്കെ പെട്ടെന്നാണ്. ഇപ്പൊ ആ കൂടുതൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു അറിഞ്ഞില്ല ജി. ആ ബസ്സുകാരൻ ചെയ്ത് ചണ്ടിത്തന്നെ തന്നെയാണ്. അത് അടിച്ചിട്ട് മരിച്ചത് തന്നെ അല്ല വേറെ എന്തെങ്കിലും? ആൾക്കാരൊക്കെ പറയേണ്ടത് അയാൾക്ക് പ്രഷർ കൂടി അറ്റാക്ക് ആണെന്ന്. പെരൊക്കെ വലിയ പെരയുള്ളോ. ഇപ്പൊ കഴിഞ്ഞ പെരയിൽ നിന്ന് 10 ഉറുപ്പ്യ കിട്ടിയത്. ഇവിടുത്തെ സ്ഥിതി എന്താണെന്നാവും. ഏതായാലും പോയി നോക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കാക്ക ഇവിടെ കയറിക്കോളി. ഞാൻ കേറുന്നില്ല കുട്ടിയെ. ഞാൻ സക്കാത്ത് പൈസക്ക് പോന്നതാണ്. അടുത്ത കൊല്ലം തരാൻ തോന്നുണ്ടാട്ടെ. അയാൾ എവിടെ ഒരു കണ്ട പരിചയം. കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് പൈസ ഒക്കെ വന്നിട്ടുണ്ടാവും. അതൊന്നല്ല റിയാസെ, ഞാൻ അയാളോട് കയറിയിരിക്കാൻ പറഞ്ഞതിന്റെ കാര്യം എന്താ എനിക്കറിയാം. അതെന്ത് ഇജ്ജ് അറിയണ ആളാ? എനിക്ക് അയാൾ മനസ്സിലായിട്ടില്ല. ഇല്ല. അത് നമ്മളെ മൂത്താപ്പാടത്തെ കുഞ്ഞിപ്പാന്റെ അമ്മോസന്റെ അന്ത്രോനാണ്. അതൊന്നുമല്ല, അയാള് വെള്ളമൊക്കെ ഇട്ടുകാണ്ട് നടക്കണ മനുഷ്യനല്ലേ? അത് അയാൾ തന്നെയാണ്. അയാള് തുണി മുപ്പായും മാറ്റിക്കാണ്ട് സക്കാത്തും കൈക്ക് കിടക്കാൻ. നമ്മള് ബന്ധുക്കാരാന്നുള്ളതേ അയാൾക്ക് അറിയില്ല. ഏതായാലും ഞമ്മക്ക് മോശമൊന്നുമില്ല. നമ്മൾ 100 ഉറുപ്പിക കൊടുത്തില്ലേ? അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഊട് വൈക്ക്? ഞാനേ നമ്മളെ തായ്മതാത്ത അലവിയാക്ക ഓലൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വേറെ 1-2 ആൾക്കാരും കൂടി കാണാണ്ട്. തായ്മാത്ത അവിടെ മുറ്റത്ത് കണ്ടുവരുന്ന ഓട്ടം. അൽബിയാക്കാണ്ട് പള്ളിയേക്ക് പോണുണ്ടു. ഞാൻ ഇറങ്ങി പോരുമ്പോ. അല്ല, ഓല കാണണമെന്നൊന്നുമില്ല. ഓല പെരിയിൽ പോയാൽ മതി. നിങ്ങളിപ്പോ ആലിയാക്കാന്റെ കടയിൽ കയറിയിട്ട് എങ്ങനെയുണ്ട്? റാഹത്തല്ലേ? കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഇപ്പൊ നോയമ്പായ പണി ജാസ്തിയാണ്. അല്ല, നോയമ്പ് ഇവിടെ 10 രൂപ തുടങ്ങിയാലോ. ഒരു അവിടെ പറപ്പിച്ചലൊന്നും ഇല്ലേ? മാമിട്ടിയാക്ക ഇക്കുറി വമ്പുള്ള നോൽമ്പറപ്പിച്ചലൊന്നും ഞാൻ വേണ്ട വെച്ചു. എന്താ നമ്മളെ പെരിയിൽ ഈ നോൽമ്പറപ്പിച്ചലിന്റെ ദിവസം മഗ്‌രിബ് ഖളാവ് വേണം. നമ്മളെ വന്നോലും നമ്മളെ ബാക്കിയുള്ളവരും എല്ലാവരും കൂടി കൂടിയിട്ട് അതിന്റെ സമാധാനം കൂടി നമ്മൾ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ നോൽമ്പറപ്പിച്ചലിനുള്ള പൈസ നമ്മളെ എത്തിമക്കളുണ്ടല്ലോ, നമ്മളെ എത്തിങ്ങാനിയില് ഓൽക്കാണ് കൊടുത്തു. ഓല അതുകൊണ്ട് ഹൈറായി നോൽമ്പാണ് പറക്കട്ടെ. അതെന്തോ ചെയ്ത് നന്നായി. അത് വലിയ ഹൈറാണ്. അതേ ഈ പെണ്ണുങ്ങളെ ആ നിസ്കാരം കാര്യമൊക്കെ നേരത്തിന് കിട്ടലില്ല. അവിടെ മാത്രമല്ല എവിടെയും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടിങ്ങനെ ഒന്ന് മനസ്സിൽ കരുതിന്ന്. ഇപ്പം കണ്ടപ്പോൾ പറയാമെന്ന് മാത്രം. പിന്നെ നമ്മളെ അന്തരോണ്ടല്ലോ മെയ്തീന് ഓണം ഞാൻ ചെറിയൊരു സ്വരചേർച്ച കമ്മിയുണ്ട്. ഇപ്പോൾ ഈ റമദാൻ മാസമായിട്ട് ഇപ്പോൾ ഞാൻ 1-2 കൂടി പോയിൻ്റ് എത്തിയാൽ പോയി. ഒരിക്കൽ കണ്ടും ചെയ്തു. അപ്പം വലിയ ധൃതിയിലാണ് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കണ്ടപ്പോൾ ഒന്ന് നോക്കിക്കാണ്ട് വടക്കോർത്ത് കാണ്ടും പോയി. വിച്ചൊന്ന് നന്നാണെന്നുണ്ട്. കാരണം ഞാൻ തരാൻ ചെല്ലിയിട്ട് മടക്കണില്ല. അത് മനസ്സിലായി. അപ്പം ഞാൻ ഉമ്മറാജിനെ കണ്ട് പറഞ്ഞപ്പോൾ ഉമ്മറാജി പറഞ്ഞക്കൂടാണ്. അതിന് രാവും ചെയ്യാനൊന്നും മോൻ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ കുട്ടി അതൊന്നും പറഞ്ഞപ്പോൾ അന്ന് മനസ്സിലാക്കി കൊടുത്തേക്കാണ്ട് ഒക്കെ ഒരു ഉടപ്പറപ്പല്ലേ, ചോരയാണല്ലോ, റമദാൻ മാസമാണല്ലോ. അപ്പോൾ വരെ ആപ്പാൻ്റെ താനാണ് ഇച്ച്. അപ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഒന്ന് ഒരു മുണ്ടാളൊരു ഇതുണ്ടായിക്കൊണ്ട. ആഹാ, നിങ്ങളിപ്പോ പറയുമ്പോഴല്ല ഞാറുണ്ട് മെയ്തീന് നിങ്ങളായിട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടോ? അത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് 1-2 പറഞ്ഞുകൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും.
അല്ലാതെ മെയ്തീന് അത്ര മോശക്കാരനൊന്നുമല്ല. ഓൻ എൻ്റെ കൂടെ നടക്കുന്ന ആളാണ്. അതിനെപ്പറ്റി ഈ റമദാൻ മാസമായിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ കഴിയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ അടുത്ത് ഓനായിട്ടാണ് വരും. അത് നിങ്ങളെ നന്നാക്കി സലാം ചൊല്ലിയിട്ട് നിങ്ങളെ ഒരുമിപ്പിച്ചിട്ടേ ഞാൻ പോരുള്ളൂ. മാമിറ്റേക്ക ഇനി വർത്താനം പറഞ്ഞ് നിൽക്കാൻ നേരമില്ല. 2-3 പെരയിലും കൂടി കയറാണ്ട്. ഇതവിടെ വെച്ചോളി ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മറ്റേ 2 പൊറാട്ടി ബീഫും സുക്കൂർ തെണ്ടിച്ചേരുന്നത്. ഹോട്ടൽ സ്വപ്നം കണ്ട് കെടുക്കണല്ലേ കള്ള ഹീമാറെ. ഇന്റെ മാരില്ലല്ലോ പെരയിൽ നിന്നാൻ കിട്ടുമല്ലോ, അവിടെ നിന്നാ പോരെ. സംഭവിച്ച് പറഞ്ഞത് ശരി തന്നെയാണ്. പെരയിൽ നിന്ന് എനിക്ക് തിന്നാൻ കിട്ടും, പക്ഷെ അതൊന്നും എനിക്ക് തേനില്ല. ഭയങ്കര വിശപ്പെടാൻ നോമ്പ് അതിന് ദിവസം. അല്ല അതൊക്കെ പോട്ടെ, മോട്ടോർ ഓൺ ആക്കിട്ട് കണ്ട് എന്താ ഇവിടെ വന്നിരിക്കണത്? ഞാൻ ആ വണ്ടിയും വരും ആ മാമിന്റെ പെണ്ണുങ്ങൾ സീനത്ത് വിളിച്ചിരുന്നു. ഓക്ക് വെള്ളമില്ലാന്നും പറഞ്ഞു. ഇപ്പൊ മോട്ടർ ഇട്ട് കാണ്ട് ബാൾവ് തിരിച്ചു കാണ്ടിരിക്കുക. ഇവളൊന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഇവിടെ നീച്ചുവാണ്. അതൊക്കെ പോട്ടെ, കിറ്റൊടുക്കലൊക്കെ ഇപ്പൊ കഴിഞ്ഞല്ലോ. നല്ലൊരു സംഖ്യ അറിഞ്ഞിട്ടുണ്ടാവല്ലോ എന്റെ അടുത്ത്. ഈ പെരുന്നാൾക്ക് എന്റെ വക സാർട്ട് എടുത്ത് തന്നെ എനിക്ക് ഓടി വരുന്ന സംശയം പറ്റിച്ചില്ലേ. 2000 റുപ്യ എനിക്ക് തന്നത്. 2000 റുപ്യ? ഈ 5-6 ദിവസം പോയില്ലേ കിറ്റേറ്റ്, എന്നിട്ട് പതേ തന്നിട്ടുള്ളൂ. ആളെ സുക്കൂറെ അനീഫാകെ കൊടുത്തിട്ടുണ്ടാവേ. ആ സംശയം പറ്റിച്ചതാണ്. ഓനെ കണ്ടാലേ വലിയ ആലിമ തോന്നും. ഓ പക്ക ഫ്രോഡാടാ. ഓ എന്നോട് പറയണേ അടുത്ത കൊല്ലം ശരിയാക്കാണ്. അടുത്ത കൊല്ലം ഓനെ കിറ്റിയാ മുടിയാലാ നിക്കല്ലേ. അത് സംശയമല്ലേ. ഓ അതും ചോദിച്ചു, അതിന്റെ അപ്പുറം ചോദിച്ചു. അതൊക്കെ പോട്ടെ, എനിക്ക് പഠിച്ചോമ്പാത്തൊന്ന് കൂലിട്ടിക്കോളൂ. ഇജ്ജ് നല്ലൊരു കാര്യമല്ലേ ചെയ്തൊക്കെ. പിന്നെ അടുത്തേ ഞായറാഴ്ചന്റെ പേരിൽ നോമ്പറക്കലാണ്. അങ്ങനെ പറയേ. എന്നാ പിന്നെ അന്ന് ഹോട്ടലിൽ പോകണ്ടല്ലോ. ഇക്കൊല്ലം സമൂഹ നോമ്പുറ വരെ ഉണ്ടായിട്ടേ ഇന്നാരും വിളിച്ചിട്ടില്ല. ആ കാര്യം പറഞ്ഞ ഏക വ്യക്തി ബിജ. അതിന് ഞാൻ എന്നോട് നോമ്പറക്കലിന് വരാൻ പറഞ്ഞിട്ടില്ലല്ലോ. വരുന്ന ഞായറാഴ്ചന്റെ പേരിൽ പിറക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്റെ പെങ്ങളും അളിയലും വരുന്നുണ്ട്. ചെറിയൊരു പരിപാടിയാണ്. അത് മാത്രമല്ല, എനിക്ക് എന്നോട് പറയണം എന്നൊക്കെ ഉണ്ട്. എന്റെ ഉമ്മാക്ക് എന്നെ കണ്ണിന്റെ അര കണ്ടുകൂടാ. എന്റെ അമ്മ എപ്പോഴും പറയും ഇജ്ജ എന്നെ നാസാക്കണെന്ന്. അതോടെ ആ പരിസരത്തേക്ക് തന്നെ വരണ്ട. ആ വർത്താനം തന്നെ എന്റെ അമ്മയും പറഞ്ഞേ. അന്റെ ഒപ്പം നടന്നിട്ടാ ഞാൻ നാസാക്കണേ. അല്ല ഇതിന്റെ സത്യാവസ്ഥ എന്താ? ആരെ നമ്മളെ നാസാക്കണേ? അന്നി ഇന്നൊക്കെ കേടെടുത്തുന്നത് ചെയ്ത്താനാണ്. അത് നമ്മളമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓലതാണ്ട് അംഗീകരിക്കൂല. തന്നെ ചെയ്ത്താൻ നമ്മളെ കേടെടുത്തത്. ആ ചെയ്ത്താനെ കിട്ടിയിട്ടുണ്ടെങ്കിലേ കാല് പിടിച്ചിട്ട് നിലത്തടിച്ചു. പിന്നെ ഇത് ചെയ്ത്താനെ പിടിച്ചാണ്ട് കാലിൽ നിലത്തടിച്ചൊന്നും വേണ്ട. റമദാൻ മാസം ചെയ്ത്താനെ കെട്ടിയിടുന്ന കാലാണ്. ഈ മാസത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റിയുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. എനിക്ക് ചങ്ങായി പെരക്കാരടിയിലേക്ക് നോമ്പുണ്ട്. എനിക്ക് അതും ഇല്ലല്ലോ. ഒരു നോമ്പെങ്കിലും പെരക്കാരെ പൊപ്പിച്ചാണെങ്കിൽ എനിക്ക് നോട്ടൂടെ? നോൻപ് നോൽക്കാനൊക്കെ എനിക്ക് പൂതിണ്ടടാ. പക്ഷെ അതിന് രാവിലെ അത്തയ്യാത്തിന് നീച്ചൂല. അത്തയ്യാത്തിനോ? അത്തായാണ് പൊട്ട. അത്തായും അത്തയ്യാത്തും തിരിച്ചറിയാത്ത നോമ്പ് വെൽക്കാ നല്ലത്. എനിക്ക് വേറെ വകുപ്പിൽ പഠിച്ച സ്വർഗത്തേക്ക് ഒരു വജ്ജ് കാട്ടി തരും. ഇത് പൊട്ടെന്നുള്ള നിലക്കേ പഠിച്ചോന്റെ സ്വർഗത്തിൽ ആക്കുന്ന കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടായല്ലേ? അതന്നെ. ആ കാക്ക എവിടുന്ന പോയി വരണു? ഞാനാട് കുടിയേക്ക് വരികയായിരുന്നു. ഇജ്ജിപ്പോ എടുക്കാൻ അങ്ങോട്ട് ഇറങ്ങണു? ആ ഞാൻ അങ്ങോട്ട് പീടിക്ക് ഇറങ്ങിയതാണ്. മൈമൂനും കുട്ടികളൊക്കെ കൂടി ഇവിടെ റംലുവിൻ്റെ കൂടെ പറപ്പിച്ചലാണ്. ഓലൊക്കെ കൂടി അങ്ങോട്ട് പോയിക്കണു. എന്തേ പ്രത്യേകിച്ച്? ഞാനേ കുടിയിൽ എന്റെ ഞായറാഴ്ച ചെറിയൊരു പെർപ്പിച്ചലുണ്ട്. അപ്പൊ അത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. വരുന്ന ഞായറാഴ്ച നമ്മളെ കുഞ്ഞിപ്പാന്റെ അമ്മൂട്ടിൻ്റെ കൂടെ പറക്കലുണ്ട് എന്ന് വന്ന് പറഞ്ഞേക്കല്ലോ. എന്താ ഇനി ചെജ്ജ? മരോളടുത്ത പറക്കല് പറഞ്ഞ എല്ലാരും പാണ്ട് പോവോ? ആരേലും ഒരാൾ നാട് വരുവോണ്ടി? ചെറിയ മരുകളോടക്ക് എല്ലാവരും പോയതാണ്. അതേപോലെ വന്നപ്പോ എല്ലാവരും അടക്കി ചെല്ലാനും പറഞ്ഞേക്കണു. അപ്പൊ പോക്ക് നിർബന്ധമാണ്. കുടിയിലിപ്പോ സൂറാബിനെയും കുഞ്ഞിപ്പാനെയും പറപ്പിച്ചല്ലേ, അതിനും തന്നെ എല്ലാവരും കൂടി വരുന്നത്. അത് നിങ്ങളാണ് കഴിച്ചു കൂട്ടികൾ. ഞങ്ങളൊക്കെ കൂടി ഒരു സൗകര്യം പോലാണ് വരുന്നത്. അതാ നല്ലത്. ഇതിന് പോകാതിരിക്കാൻ പറ്റൂലേ. എന്നാ പിന്നെ നിങ്ങളെ മട്ടം പോലെ ചെജ്ജി. സൂറാബിന്റെ കാര്യം പറഞ്ഞപ്പോഴൊരു ഓർമ്മ വന്നത്. ഇത് സൂറാബിന്റെ എളാപ്പാൻ്റോടെ മൂത്താപ്പാൻ്റോടെ സക്കാത്തും പൈസ വെച്ചാൻ പോയി എന്ന് പറഞ്ഞു കേട്ടു. അത് ഉള്ളതാ? ഞാനോ? ഇന്നെ കണ്ടുന്ന് സൂറാബി പറഞ്ഞോ? ആരാന്നാ? ഓൽക്ക് ആള് മാറിയിട്ടുണ്ടാവും. ഞാനോട്ടൊന്നും പോയിട്ടില്ല. എന്തിനാ അജ്ജി ഈ നോൻപ് നോറ്റിക്കാണ്ട് വെറുതെ നോണാ പറയേണ്ടത്? ആ ബന്ധുപ്പാട്ടുകാർക്ക് അറിയില്ല അപ്പൊ എന്നെ കണ്ടാല് സൂറാബിന്റെ എളാപ്പയാണ് എന്നുള്ളത്. സക്കാത്ത് പൈസ ഒക്കെ പിരിച്ചാ പോകേണ്ട ആവശ്യം എനിക്കുണ്ടോ? 3 ഒന്നിനാതി പറഞ്ഞ മക്കളില്ല എനിക്ക്. ഞാനൊന്നും പോയിട്ടില്ല. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയിട്ടുമില്ല. എന്നോട് അങ്ങനത്തെ വർത്താനൊന്നും പറയരുത്. ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഇജ്ജ് പോയിട്ടുണ്ടാവൂല, വെറുതെ പറയണ്ട അജ്ജി. അവിടുത്തെ ആൾക്കാർ കണ്ണോട്ടന്മാരൊന്നും അല്ലല്ലോ. അന്റെ അതേ പഠിപ്പാണ് നമ്മളെ സുക്കൂറിനും. നോൻപും തോൽക്കൂല. ഈ റമദാൻ മാസത്തിലൊന്നും നോൻപൊക്കെ നോറ്റൂടെ? ഈ സക്കാത്ത് പൈസ ഒക്കെ പോട്ട പരിപാടിയൊക്കെ നിർത്തുകൊണ്ടി. അന്റെ കണ്ടുകാണ്ടാണ് ഓനും പഠിച്ചിട്ടത്. ഓന്റെ പഠിപ്പ് തന്നെയാണ്.
പിന്നെ ചങ്ങായി ഇജ്ജ് എവിടെ പോ രാത്രിയൊക്കെ നല്ല ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട് ടർഫില് ഇജ്ജ് വാ. അപ്പൊ വിടണ്ടെങ്ങായി പേരിലാകാ മറ്റേ 420 ഇന്നാ തന്നെ പോയിട്ട് കൊറേ കച്ചറായി എന്തൊക്കെ പരിപാടിയാ. അല്ല അന്റെ ഈ മുഖത്തൊക്കെ ഒരു കണ്ടമാൻ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ പോയോ? അത് എങ്ങനെ പോയത്? ഞാനേ കോട്ടക്ക് ഒരു ഡോക്ടറെ കാട്ടുണ്ട്. ആ ഡോക്ടറെ വെച്ചിട്ടൊന്ന് കാണണം. ഇന്റെ ഈ മുഖത്തെ കളവാക്കണോ അതൊന്ന് പോവാൻ വേണ്ടിട്ട്. വയസ്സ് എത്രയായി തന്നേ? നിങ്ങൾ മുഖത്തെ കളിയും പാടൊക്കെ കളയാൻ നിക്ക. അസ്സലാമലൈക്കും. അല്ല മിട്ടേക്കാ എന്താ വർത്താനം? സുഖതനല്ലേ? അൽഹംദുലില്ലാ റാത്താടാ. ആ രണ്ട് കുട്ടികളുടെ കൊണ്ട് എവിടെ ഇങ്ങോട്ട് വരേണ്ടത്? ഞങ്ങളേ പള്ളിക്കന്ന് വരെ രണ്ടാളും കൂടി. ഞമ്മ ഉമ്മത്തെ പള്ളി നിങ്ങൾ അവിടുന്ന് വരുന്നു. നമ്മളെ അമ്മയടുത്ത് പള്ളി ഇല്ലാഞ്ഞിട്ടല്ല, സ്ഥിരമായിട്ട് പള്ളി വരെ നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് നടക്കുള്ളൂ. ഞങ്ങൾ ഉണ്ടാക്കും നടക്കൂല ഇവിടെ. അതെന്താ കാലി വെച്ചാൽ അങ്ങനെ പറയണു? നമ്മളെ പള്ളി സെക്രട്ടറി ഇല്ലേ തൈത്തോടി കുഞ്ഞാന്, അയാള് ഞങ്ങൾ പള്ളി കയറിയ ഒരു നോട്ടാണ്. ഞങ്ങളെ തീരെ കാണാത്ത മാതിരി ഒരു നോട്ടാണ്. അതാണ് ഞങ്ങൾ അവിടുത്തെ പള്ളി കയറാത്തത്. അത് വേറെ ദുരുദ്ദേശം ഉണ്ടായിട്ടൊന്നും ആവൂല. ഓൻ ലേശൊരു കാഴ്ചക്കമ്മിണ്ട്, അതുകൊണ്ടാണത്. അതൊന്നല്ല മിട്ടേക്ക, ഓർക്കൊക്കെ തോന്നലുണ്ട് നമ്മൾ ആദ്യമായിട്ട് പള്ളി കയറാന്നാ. നമ്മളിത് പണിക്ക് പോണ സ്ഥലത്തൊക്കെ നമ്മൾ പള്ളിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവനെ വരുമ്പോ കാണാൻ ഇവനെ ഒരു ചെറി. അത് കാലത്തേ നമ്മളെ മാലിന്യത്തിന് മാത്രമൊന്നുമല്ല, അത് ചില പള്ളികളൊക്കെ ഉണ്ട്. ഈ പള്ളിയുടെ മുന്നിലുണ്ട്. ഇപ്പൊ പിന്നെ കുറെ കുറവാണ്. ഈ ഒരു പൂമുഖാക്കിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കാരെ കഴിഞ്ഞെന്ന് കണ്ട് ആൾക്കാരെ ഇറച്ചി നമ്മൾ ഇരിക്കല് അതിപ്പോ കുറെ കുറവാണ്. ഈ ഇത്തരം ആൾക്കാരുണ്ട്. ഓല് വരുന്ന അളവും തൂക്കമൊക്കെ നോക്കി എന്നാ വരുന്നു എപ്പോഴാ പോകണമെന്നൊക്കെ നോക്കണ കുറച്ച് ആൾക്കാർ. അത് കുറപ്പ് ചെറുപ്പക്കാരുടെ കുറെ കുറവാണ്. കുറച്ച് ഇന്റെ പ്രായക്കാർ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അത് ചെയ്യാൻ പാടില്ല. ഓർക്ക് അതിനെ പറ്റി അറിയായിട്ടാണ്. ഓർക്ക് ദീന് കുറച്ച് പഠിക്കണ കാര്യത്തിലും കുറവാണ്. പറഞ്ഞോട്ട് മനസ്സിലാവൂല. അതങ്ങനെ മൈൻഡ് ചെയ്യാൻ വെച്ചാൽ മതി. നീ എന്തുവാ ഇവിടെ ഇല്ലേ അവള്? നീ എന്തുവാ? ആ എന്താത്താ നിങ്ങൾ ഇപ്പൊ തന്നെ ആ പാത്രം കൊണ്ട് പോന്നോ? ഇത് അവിടെ വെച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. ആ കുട്ടികളെങ്ങാനും ഇട്ടുകാണ്ട് പൊട്ടിച്ചാല് അന്റെ പാത്രങ്ങൾ നല്ലതല്ലേ? ഇതൊക്കെ അന്റെ തന്നെ അല്ലേ എന്ന് നോക്കേ. എന്റെ പാത്രം മാറൂലാത്താ. ഇതുമലൊക്കെ ഞാൻ അടയാളം വെച്ചിട്ടുണ്ടേ. ഇന്റെ അടുത്തും പണ്ട് ബീരങ്കാക്ക ദുബായിലന്ന് കൊറേ പാത്രങ്ങൾ കൊടുന്നീന്നു. ഇപ്പൊ കൊറേ പൊട്ടി, കൊറേ അത് കാണാനില്ലാതായി. എല്ലായിടത്തും അന്ന് അവിടുന്ന് കൊണ്ടുപോയിന്ന് പാത്രങ്ങളൊക്കെ. അതൊക്കെ പോട്ടെ താത്താ, നോൽമ്പർക്കലൊക്കെ ഉഷാറായില്ലേ? പരിപാടിയൊക്കെ അല്ല ഉഷാറായി കഴിഞ്ഞു. ഞാൻ എന്നോടും അപ്പുട്ടിനോടും ആ ചെക്കനോടും നോൽമ്പറക്കണ നേരത്തോണ്ട് വരാൻ പറഞ്ഞിരുന്നല്ലേ. അജെന്തേ വരായിനു? ഞാൻ വരാഞ്ഞ താത്ത, ഞങ്ങക്ക് നോൽമ്പൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾ നോൽമ്പറക്കണ നേരത്തെ ഞങ്ങൾ വരുന്ന ഒരു മോശമല്ലേ? അതുകൊണ്ടേ നിങ്ങൾ കൊടുന്ന ബിരിയാണി തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഇന്ന് രാവിലെ അത് കഴിച്ചിട്ടാണ് ഇവരൊക്കെ പോയിന്. ആ ബിരിയാണി മന്തിയൊക്കെ കൊറേ ബാക്കി ഉണ്ടായിരുന്നു. ഞാനേ ഉമ്മുട്ടിനോട് പറയാ എനിക്ക് കുറച്ച് എടുത്തെടുക്കേന്ന് പറഞ്ഞ. അതില് ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നില്ല. എനിക്ക് കൊറേ ഇറച്ചി ഉണ്ടായിരുന്നു അത്തല്ലേ? ബിരിയാണി മന്തിയൊക്കെ കൊറേ ബാക്കിയുണ്ട് ബിന്ദു. കുറച്ച് എനിക്ക് ഞാൻ കൊടുന്നേരട്ടെ. പിന്നെ സുലൈക്കാക്കും അസത്തിനോടും ചോദിച്ചപ്പോ ഓൽക്ക് വേണ്ട പറഞ്ഞു. നോൻ പറഞ്ഞ നേരത്തെ പിന്നെ ആർക്കും ഒന്നും തിന്നാൻ വേണ്ടല്ലോ. ഇക്ക് വേണ്ട താത്ത, നിങ്ങൾ ഇന്നലെ കൊടുന്നതന്നെ ഇഷ്ടം പോലെ ഇരിക്കണം. ഇനി ഉച്ചക്ക് തിന്നാനുള്ളതും ഉണ്ടായില്ലേ? ഞാൻ എനിക്ക് തിന്നാൻ വേണ്ടി ചോദിച്ചതല്ല. എന്റെ പജിന്റെ വള്ളത്തിൽ കിടാൻ പറ്റുമത്? വീരാങ്കാക്ക് എത്ര തോനെ ബാക്കിയുള്ളത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ ചീത്ത പറയും. പയ്യനെ കൊടുക്കാൻ പറ്റൂലാത്ത, അതിന്റെ വയറ് വീർക്കേ. നിങ്ങൾ ബീരാങ്കാക്ക് അപ്പൊ അങ്ങാടിക്ക് പോയതല്ലേ? ആ വരുന്നതിന് മുന്നേ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടാളി, ആരും അറിയില്ലെന്നാൽ. ഇമ്മമ്മ ഇത് കൊറേ ചോറും ഉണ്ടല്ലോ. ഇങ്ങനെ പാട്ടാടിക്കാണ്ട് ഇങ്ങോട്ട് ചാറുണ്ട് ചോറുണ്ട് അറിഞ്ഞിക്കാണ്ട് ഇങ്ങോട്ട് വരണ്ട. ജിതിക്കൊണ്ട് കൊട്ടിക്കാത്. എത്ര വിസജ്ജും പെണ്ണും കൂടി ആ തൊടൂര് കൊത്തിക്കാൾക്കണു. പഠിച്ച തമ്പുരാനെ, 3/4 ബക്കറ്റ് ചോറല്ലേ നബീസോ ഇത്? നിങ്ങൾ രണ്ടാളും കൂടി ഇപ്പൊ ഇത് കുഴിച്ചിടേണ്ട പരിപാടിയാ? അത് മനസ്സിൽ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുള്ളതാണ്. ചോറ് ബാക്കിയായതില്ലേ? അനക്ക് നോൽപ്പറപ്പിച്ചതിന്റെ നേരത്തെ എന്തൊക്കെയാ മാണ്ടിയുന്നത്? കുഴിമന്തി, കബ്സ, എന്നിട്ട് ഇങ്ങനെ തോനെ ഭാരി വലിച്ചു ഞാൻ കൊണ്ടിരിക്കുന്നു. പൊന്നാര നബീസോ, ഓരോ മനുഷ്യന്മാർ തിന്നുന്ന സാധനമാണല്ലോ അത്. നിങ്ങൾ ഈ വേസ്റ്റ് ആക്കി കഴിഞ്ഞിക്കാണ്ട് കുഴിച്ചിടേണ്ടത്. തിന്നാൻ കിട്ടാത്ത എത്ര മനുഷ്യന്മാരുണ്ട് ഈ നാട്ടിലുണ്ട് അറിയോ? അത് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഒരു കുഞ്ചുത്തുക അതിക്കാണ് കുഴിച്ചിടുക. നാളെ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും ഈ പേരും പറഞ്ഞിക്കാണ്ട്. എനിക്കേതായാലും പറയേണ്ടി വരില്ല, അനക്കെന്നെ പറയാണ്ടാവുക. നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുണ്ടത്? ഭക്ഷണം ഇങ്ങനെ ദൂർത്തടിച്ചാല് നല്ല കാര്യമാണ് വിചാരിച്ചിട്ടുണ്ട്? കുറെ നോൻപ് പോറ്റിക്കാണ്ട് നിസ്കരിച്ചിട്ടും തറാവി നിസ്കരിച്ചിട്ടും ഒന്നും കാര്യമില്ല നബീസോ. ഞാൻ അത്ത മനസ്സാ കാട്ടണു. ചറിയപ്പോ ഇത് ഇങ്ങനെ ബാക്കിയാവും എന്നുള്ളത്. ഞാൻ ഈ ചിറ്റോടിറ്റൊക്കെ എല്ലാവർക്കും കൊടുത്തു നോൻപ് പറഞ്ഞ ശേഷം. ഇത് എല്ലാ പേരിലും കൊണ്ടേ കൊടുത്തിട്ടേ 3/4 ബക്കറ്റ് ചോറ് ബാക്കിയല്ലേ നബീസോ? നോൻപ് പറഞ്ഞ് കഴിഞ്ഞാലേ കുറച്ച് വെള്ളം ഫ്രൂട്ട്സ് എന്തെങ്കിലും തിന്നാലേ ഒരു മനുഷ്യന് പിന്നെ ഒരു ഭക്ഷണം വേണ്ട. ഇത് വലിയ ആളാവാൻ വേണ്ടി ടേബിൾ മേളേ കുജ്ജുമന്തിയും ബിരിയാണിയും ഇജ്ജ് പറഞ്ഞ മാതിരി ബ്രോസ്റ്റും ഒക്കെ പാടെ കൊണ്ടുപോയി ഇങ്ങനെ നിറച്ച് വെക്കാണ്. ആൾക്കാരും കാണാൻ വേണ്ടി ഇതൊക്കെ അവിടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് വൈകുന്നേരം നോൻപ് പറഞ്ഞേക്കുന്നത് ഇതേമാതിരി ബാക്കിയേക്കാരം. പിറ്റേ ദിവസം രാവിലെ കൊടുന്നുകാണ്ട് കുഴിച്ചിടാം. ഓരോ പെരാളും ചെല്ലുന്ന പരിപാടികളാണ്. അധിക പെരാളും നമ്മളെ നാട്ടുപുറത്തുണ്ട്. അങ്ങനെ ഒന്നും ചെജ്ജണ്ട. ഇതൊക്കെ ഉണ്ടല്ലോ പാവപ്പെട്ട ഒരു മനുഷ്യനെ
എന്തെങ്കിലും ഒരു സക്കാത്തായിട്ട് ഈ പൈസ കൊണ്ടേ കൊടുത്തേക്കണമെങ്കിൽ ഈ റമദാൻ മാസം അതിനൊരു പുണ്യലും കിട്ടിയിരുന്നു. ഇതിപ്പോ നാളെ റബ്ബിനോട് സമാധാനം പറയേണ്ട അവസ്ഥയ്ക്കാണ് വരുന്നത്. ഇങ്ങനെ ചെയ്തോളൊക്കെ നാളെ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. വെറുതെ പഠിച്ചോൻ വിടൂല. അത് ഇവിടെ തന്നെ ചിലപ്പോൾ ഈ അന്നത്തിനും വേണ്ടി നമ്മളെ അടങ്ങാറാവേണ്ടി വരും. അത് മറക്കണ്ട നബീസു. പൊന്നാര മക്കളെ, ഭക്ഷണം കൊണ്ട് ഈ കളികൾ കളിച്ചത് കേട്ടോ. റമദാൻ മാസം ആയാലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആൾക്കാർ ഭക്ഷണം കേടെടുത്തിട്ടുണ്ട്. നോൽമ്പറന്ന് കഴിഞ്ഞാൽ കുറേ ഭക്ഷണം ബാക്കി കാരണം, എന്നിട്ട് അതൊക്കെ പാടെ കൊണ്ടുപോയി കണ്ടാണ്ട് ഒഴിവാക്കും. നാളെ റബ്ബിനോട് ഇത് സമാധാനം പറയേണ്ടി വരും കേട്ടോ. നിസ്കരിച്ചിൻ്റെ കാര്യത്തിലും നോൻപ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ മുന്നിലാണ്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ബാക്കിലാണ്. ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടേണ്ട കുറേ ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. ഓലൊക്കെ ഒന്ന് ഓർക്കേണ്ടത് നല്ലതാണ്. കുറേ നിസ്കരിച്ച് നോൻപ് പോറ്റി എല്ലാ സക്കാത്തൊക്കെ കൊടുത്ത് റമദാൻ മാസം നമ്മളെല്ലാം ഉഷാറായിട്ട് കഴിച്ചു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ റബ്ബ് നാളെ നമ്മളോട് ചോദിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും ഇല്ലാതിരിക്കട്ടെ. അതാണ് ഈ ബീരാങ്കാക്ക നമ്മളോട് പറയാനുള്ളത്.